കച്ചിത്തുരുമ്പിപ്പോഴും കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും കയ്യിൽ തന്നെയാണ്. എക്സിറ്റ് പോളുകൾ ബി.ജെ.പിക്ക് മുൻതൂക്കം പറയുമ്പോഴും ഇന്ത്യ മുന്നണി പ്രതീക്ഷ ഒട്ടും കൈവിടുന്നില്ല. കാരണം ഹരിയാന തന്നെയാണ്. പക്ഷെ ഇതേ ഹരിയാന കാരണമാണ് ബി.ജെ.പി ഇപ്പോൾ എക്സിറ്റ് പോൾ വിജയം പ്രവചിച്ചിട്ടും നിരാശരായി നിൽക്കുന്നത്. പുറത്തുവരുന്ന വാർത്തയും അങ്ങനെ തന്നെയാണ്. അത് ശരിവെക്കുകയാണെങ്കിൽ ബി.ജെ.പി ക്യാമ്പിൽ നിരാശയാണ്. അതിന് കാരണം ജാർഖണ്ഡിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. സാധാരണ കണക്ക് കൂട്ടുമ്പോൾ നഗരപ്രദേശങ്ങൾ ബി.ജെ.പിയെയും ഗ്രാമപ്രദേശങ്ങൾ ഇന്ത്യ മുന്നണിയെയും തുണക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ജാർഖണ്ഡിന്റെ കാര്യത്തിൽ 2019 കൂടുതൽ വോട്ട് പോൾ ചെയ്തിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി എക്സിറ്റ് പോളുകളിൽ തട്ടി അവരുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ കനൽ കോരിയിടുന്നില്ല. അതേസമയം നഗരപ്രദേശങ്ങളിൽ ബി.ജെ.പി ഉദ്ദേശിച്ച അത്ര വോട്ടുകൾ പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ ബി.ജെ.പി അത്ര കണ്ട് ആഹ്ലാദത്തിലേക്ക് പോയിട്ടില്ല എന്നും പറയാം. ജാർഖണ്ഡിൽ ഗ്രാമീണ മേഖലകളിൽ പോളിംഗ് ഉയർന്ന കണക്കുകൾ ഇങ്ങനെയാണ്. 2019 65.18% നിന്ന് ഇക്കുറി 67.55% പോളിംഗ് ഉയർന്നത്. 2 ഘട്ടങ്ങളിലും പോളിംഗ് ഉയർന്ന മണ്ഡലങ്ങളിൽ അധികവും ഗ്രാമീണ മേഖലകളിലാണ്. നഗരമേഖലകളിൽ ബി.ജെ.പിക്കും ഗ്രാമീണ മേഖലകളിൽ JMM-നുമാണ് സ്വാധീനമെന്നത് ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ ഏറെ നൽകുന്നുമുണ്ട്. നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യഘട്ടത്തിൽ 66.65%, രണ്ടാം ഘട്ടത്തിൽ 68.45% എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. 2019 5000-ൽ താഴെ വോട്ട് ഭൂരിപക്ഷം മാത്രമുള്ള 9 മണ്ഡലങ്ങളുണ്ട് ജാർഖണ്ഡിൽ. ഇതിൽ 5 എണ്ണം ബി.ജെ.പിയും 2 എണ്ണം വീതം കോൺഗ്രസ്, JMM എന്നിവയുമാണ് വിജയിച്ചു കയറിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 9 മണ്ഡലങ്ങളിൽ 8 ബി.ജെ.പി മുന്നണിക്കായിരുന്നു മുൻതൂക്കം. 2%-ലധികം വോട്ട് ഉയർന്നത് പക്ഷേ ഈ മണ്ഡലത്തിൽ നിർണായകമായേക്കും, അതും ഗ്രാമപ്രദേശങ്ങളിൽ. JMM-ന് ശുഭപ്രതീക്ഷ വർദ്ധിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആശങ്ക പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ നേരിയ മുൻതൂക്കം ബി.ജെ.പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജാർഖണ്ഡ് വികാസ് മോർച്ച ബി.ജെ.പിയിൽ ലയിച്ചതും ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ് യൂണിയൻ സഖ്യവും ഒക്കെയാണ് NDA-യുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. കാര്യങ്ങൾ എക്സിറ്റ് പോൾ പറഞ്ഞ രൂപത്തിൽ NDA മുന്നണി ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ബി.ജെ.പിക്ക് കരകയറാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. കാരണം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് തന്നെയാണ് ഇവിടെ ഉയർന്ന ഒരു സുപ്രധാന ചോദ്യം. ഇത്തവണ ബി.ജെ.പി അധികാരത്തിൽ വരികയാണെങ്കിൽ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്തുക വലിയ തലവേദനയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 4 മുൻ മുഖ്യമന്ത്രിമാരാണ് നിലവിൽ ബി.ജെ.പിക്കുള്ളത്. അതിലൊന്ന് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ബാബുലാൽ മറാണ്ടിയാണ്. മറ്റൊന്ന് അടുത്തിടെ ഭരണകക്ഷിയായ JMM വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ ചെമ്പൈ സോറനാണ്. ഇവർക്ക് പുറമെ മുൻ മുഖ്യമന്ത്രിമാരായ അർജുൻ മുണ്ട, മധു കോട എന്നിവരും ബി.ജെ.പി നിരയിലുണ്ട്. ഇത്രയധികം മുൻ മുഖ്യമന്ത്രിമാരെ വഹിക്കുന്ന ബി.ജെ.പിക്ക് പക്ഷേ പ്രധാന വെല്ലുവിളി നേരിടേണ്ടി വരിക 2 പേരുടെ കാര്യത്തിലാണ്. അത് ബാബുലാൽ മറാണ്ടിയുടെയും ചെമ്പൈ സോറന്റെയും പേരുകളുടെ കാര്യത്തിലാവും. കാരണം നിലവിൽ അർജുൻ മുണ്ടയും മധു കോടയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പരിഗണിക്കാനുള്ള സാധ്യത വളരെ വിരളവുമാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി ഇവരിൽ ഒരാളെ ജയിപ്പിച്ച ശേഷം മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും ബി.ജെ.പി നേതൃത്വം മെനക്കെടില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരാവും മുഖ്യമന്ത്രി എന്നതിലേക്ക് ചർച്ചകൾ കടക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ തീരുമാനമെടുക്കുക എന്നത് ബി.ജെ.പിയെ കൊണ്ടാവില്ല.